ഞെട്ടുന്ന കുറെ സത്യങ്ങൾ കിട്ടി. അനീഷിന് PR ചെയ്യുന്ന MS ഗ്രൂപ്പ് അല്ലെങ്കിൽ MS അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. MS ആണ്, മാഹി ബേസ്ഡ് PR ടീമാണ്. ക്രിക്കറ്റ് PR ചെയ്യുന്ന ഒരാളാണ്. അനീഷിന് ക്രിക്കറ്റ് ബേസ് ഉണ്ട്, അനീഷിന്റെ ബ്രദറിന് ക്രിക്കറ്റ് ബേസ് ഉണ്ട്. അബീഷ് പോണ്ടിച്ചേരി കളിച്ചിരുന്നതാ. രാവിലെ എന്നെ പുള്ളിക്കാരെ സനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സനീഷ് നമ്മുടെ MS ഗ്രൂപ്പ് മറ്റേ PR ചെയ്യുന്നു. MS ഗ്രൂപ്പ് അനീഷിന് PR ചെയ്യുന്ന ഗ്രൂപ്പ് അല്ലേ? അപ്പൊ പുള്ളിക്കാർ പറയുവാണ് തങ്കച്ചന്റെ കാര്യം. തങ്കച്ചനെ അനുചല്ല, പുള്ളിക്കാരൻ PR ആണ്. ശരിക്കും സനീഷിന്റെ സുഹൃത്താണ് ഈ തോമസ് ജോർജ്. അത് എനിക്ക് തോന്നുന്നു അനീഷിന്റെ ചേട്ടനെ പോലും അറിയാമോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സനീഷിനോട് ചോദിക്കാൻ നേരത്ത് പറയുന്നത് പുള്ളിക്കാരൻ അറിയാന്നാണ് പറയുന്നത്. അറിയാന്നാണ് പറയുന്നത്. പക്ഷെ ഇവര് ഇത് ചെയ്യുന്നില്ലേ? ഇപ്പൊ നമ്മൾ പറയുന്ന അനുമോൾക്ക് 16 ലക്ഷത്തിന്റെ PR ഉണ്ടെന്ന് പറയുന്നു. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യം അറിയില്ല. പക്ഷെ ആ ഒരു അതുണ്ടല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിക്കാരൻ ആദ്യം എന്നോട് പറഞ്ഞു മൈജിയുടെ എന്ന് പറഞ്ഞു. പക്ഷെ അല്ല, പുള്ളിയുടെ ചേട്ടൻ തന്നെ കൊടുത്തിയ. അത് പുള്ളി എന്നോട് പിന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഇവ ഈ വേല കാണിച്ചോണ്ടാണ് ഞാൻ സനീഷിനെ രാവിലെ വിളിച്ചപ്പോഴും പറയുന്നത് എന്റെ പേര് വെളിയിൽ പോകലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് വേറെ വഴിയില്ലല്ലോ ഈ തോമസിനെ കാണിക്കുന്നത്. അല്ല, ഇത് മാന്യമായിട്ട് ഞങ്ങൾ 3-4-5 പേര് നടത്തി. അതിനകത്ത് കുറെ പേരുടെ ഈ PR ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ അക്ബർക്കടെ ഉണ്ട്, അത് കണക്ക് തന്നെ അനീഷിന്റെ ഉണ്ട്, ഷാനവാസിന്റെ, എല്ലാവരുടെയും കുറെ അംഗങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പൊ നോർമലി അവിടെ നടന്നൊരു ടോക്കാണ് ഈ പറയുമ്പോൾ തങ്കച്ചൻ ചേട്ടനെ വെച്ച് പറയുക. 30 വയസ്സുള്ളൊരു ആളെ വെച്ചിട്ട് 10-30 വയസ്സുള്ള പെൺകുച്ചിനെ ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇത് ചോദ്യം ചെയ്തു. അങ്ങനെ ഇഷ്യൂ ഉണ്ടാവുന്നത്. ഒരു മണ്ഡലം കിട്ടി, ഒരു മണ്ഡലത്തിക്ക് കിട്ടും. ജില്ലോക്ക് കിട്ടിയത് മണ്ഡലം കിട്ടി, അനുഭവം കിട്ടിയ ഒരു മണ്ഡലത്തിക്ക് കിട്ടും. ഞാൻ പറഞ്ഞ അവർ പേഴ്സണൽ ലൈഫിൽ മണ്ഡലത്തി ആയതുകൊണ്ടല്ല, മനസ്സിലായോ? അവര് അഭിനയിച്ചത് അങ്ങനെയാണ്. ഒരു മണ്ഡലത്തി ആയിട്ടാണ് ബിഗ് ബോസിൽ അഭിനയിച്ചത്. സീരിയസ്ലി ആണ്. അനുമോൾ ശരിക്കും അനീഷിനെ പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ, നമ്മൾ കണ്ടതല്ലേ. ആദിലും ലോറിയും കൂടി അനീഷ് കിടക്കുന്ന കട്ടിലിന്റെ കാലിൽ ഇരുന്നിട്ടാണ് ഇനി ഇത് കൂടുതൽ പറഞ്ഞ അതിൽ ചോദിക്കുന്നുണ്ട്, നീ ഇത് കൈവിട്ട് പോകുന്നു. ഇല്ല, അങ്ങനെ അത് എൻജോയ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു കോൺവെർസേഷൻ നമ്മളെല്ലാവരും കണ്ടതാണ്. സോ അത് ഓൾറെഡി അനുമോൾ ഇട്ട് കൊടുത്തതാണ്. വിവാഹമോചിതനും സ്ത്രീ വിരോധിയുമായിട്ടുള്ള ഒരു കോമഡർ എന്ന ടാഗോട് കൂടിയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരിക്കാൻ അനീഷ് എത്തിയത്. ഇതുവരെ ബിഗ് ബോസ് സീസണുകളിലെല്ലാം പങ്കെടുത്തിട്ടുള്ള കോമണേഴ്സിൽ 93 ദിവസം ഹൗസിൽ പൂർത്തിയാക്കിയവരില്ല. അനീഷ് കപ്പടിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന പ്രേക്ഷകരും ബിഗ് ബോസിനുണ്ട്. എന്നാൽ ഈ ഒരു ടൈമിലാണ് കഴിഞ്ഞ ദിവസം അനുമോളോട് അനീഷ് നടത്തിയ ഒരു പ്രപ്പോസൽ കപ്പടിക്കുന്നതിനെ ബാധിക്കുമോ എന്നുള്ള സംശയം ഒരു വിഭാഗം പ്രേക്ഷകർക്കുണ്ട്. അനുമോൾക്ക് അനീഷിന് ഇഷ്ടം, അനീഷ് അനുമോളെ ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ അനുമോള് അതിലിടയ്ക്ക് പറഞ്ഞ് ചേട്ടനാന്ന് പറഞ്ഞു. ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ഫ്രണ്ടാന്ന് പറഞ്ഞു. ഇനി വേറൊരാൾ ചോദിക്കുമ്പോൾ അത് മാറ്റി പറയാൻ സാധിക്കും. അനുമോൾക്ക് എനിക്കൊരു ഡെഫിനിഷൻ ആണ്, ഡ്രാമയ്ക്ക് അവരെന്ത് ഡ്രാമ അവർ ആർട്ടിസ്റ്റ് അല്ലേ, അവരെന്ത് മാറ്റി പറയാം. അത് അവരുടെ കളിയാണത്. അവരത് ഗെയിം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർക്ക് ആരോടും പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അനുമോളെ ചോദിക്കില്ല. കാരണം അവർ പ്യോർ ഗെയിമാണ് കളിക്കുന്നത്. അവർ ഡ്രാമയാണ് ഗെയിമാക്കി അവരുടെ സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത്. അവർ അതിൽ കണ്ടിരിക്കുന്നത് അവസാനം അവിടുന്ന് കപ്പെടുത്ത് ഇറങ്ങുന്നവർ അങ്ങനെ തന്നെ ചേർത്ത് കപ്പ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ 100 ദിവസമായിരിക്കും അവരുടെ ടാർഗറ്റ്. പിന്നെ എന്ത് ചന്ത ഗെയിം കളിച്ച് അങ്ങനെ അതിനകത്ത് നിൽക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള വിറ്റായി പോകും. ജനങ്ങൾക്ക് അവർക്ക് അങ്ങനെയുള്ള ഔട്ട് കൊടുക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അനുമോളുടെ പെരുമാറ്റത്തിലല്ലേ, അനുമോളുടെ ആ പെരുമാറ്റത്തിലാണ് അനീഷിന് അങ്ങനെ ഒരു വികാരം തോന്നിയത്. വികാരമില്ലാത്തൊരു ജീവിയാണ് അനീഷ്. അവിടുത്തെ എന്ത് വികാരം കാണിച്ചാലും ഒന്നുമില്ലാത്ത കല്ല് പോലെ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു വികാരം ഉണ്ടായെങ്കിൽ അത് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രപ്പോസലിന്റെ കാര്യമാണ് പറയുന്നത്. അത് അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ്. ജെനുവിനൊന്നുമല്ല, ജെനുവിനായിട്ട് അനീഷ് എനിക്ക് തോന്നുന്നില്ല അത് പറയുന്നത്. പിന്നെ ജെനുവിൻ എന്ന് തോന്നിപ്പിച്ചാണ് അയാളുടെ എടുക്ക്. ഒരു കൂട്ടം വിഭാഗത്തിന് നിങ്ങൾക്ക് തോന്നി അത് ജെനുവിൻ ആയിരിക്കുമോ അല്ലയോ? പറഞ്ഞപ്പോൾ ചിലർക്ക് അനിയോട് തിരിച്ചു പറയാറുന്നില്ലേ, ചുമ്മാ എങ്കിലും പറയാറുന്നില്ല. എന്ത് ചിന്ത തോന്നുന്നു എന്തും അയാൾക്ക് ലാഭക്കളിയാ. അപ്പൊ അയാളെ ആ സ്ട്രാറ്റജി ഇറക്കണം, അയാൾക്ക് ലാഭക്കളിയാ, കണ്ടന്റ് കൊണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു അനീഷിനെ കുറിച്ച് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള സായി കൃഷ്ണ എല്ലാവർക്കും അറിയാലോ. അനുമോളെ കുറിച്ചും അനീഷിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ഉൾപ്പെടുത്തി ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസമായി വിവാഹമോചന സമയത്ത് അനീഷിന്റെ പേരിലുണ്ടായിരുന്ന ഒരു FIR പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയെക്കുറിച്ചും പുതിയ വീഡിയോയിൽ സായി കൃഷ്ണ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് കരുതിയതാണ്. അനുമോളുടെ അന്തം ഫാൻസ് കാരണമാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അനീഷിന്റെ വിവാഹമോചന സമയത്തുണ്ടായ കേസിന്റെ FIR വ്യാപകമായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഒക്ടോബർ 20 എനിക്ക് ഈ FIR കോപ്പി കിട്ടിയിരുന്നു. നമ്മുടെ സായി കൃഷ്ണയ്ക്ക് തന്നെ ഈ ഒരു FIR കോപ്പി കിട്ടിയിരുന്നെന്നാണ് പുള്ളി പറയുന്നത്. എന്നിട്ടും ഇന്നേ വരെ ഇതേക്കുറിച്ച് മിണ്ടാതിരുന്നത് കൃത്യമായിട്ടുള്ള കാര്യവും കാരണവും ഉള്ളത് കൊണ്ടാണ്. അതെടുത്ത് വീണ്ടും ഒരു കണ്ടസ്റ്റന്റിനെതിരെ ഇടേണ്ട കാര്യമില്ലല്ലോ എന്ന് എനിക്ക് പേഴ്സണലി ബോധ്യപ്പെട്ടിരുന്നു. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുള്ളത് അനുമോൾ അനീഷ് പ്രപ്പോസൽ സീനിനെ കുറിച്ചാണ്. അപ്പൊ അനുമോൾ അനീഷ് പ്രപ്പോസലിന്റെ ആ സീനിനെ കുറിച്ച് സായിക്ക് എന്താണ് പറയുന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ സംഭവത്തിലെ ഒരു 90% അനീഷ് ജെനുവിൻ ആണെന്ന് തോന്നിയിരുന്നു. 10% മാത്രമാണ് ഗെയിം ആയിട്ട് തോന്നിയത്.
ശരിക്കും അവർ ആ ഒരു പ്രപ്പോസൽ നടത്തിയ ടൈമിൽ അത് സത്യമാണോ അതോ ഗെയിം സ്ട്രാറ്റജി ആണോ എന്നറിയാൻ നമുക്കും ഭയങ്കര ഒരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു. അത് മിക്ക BB പ്രേക്ഷകർക്കും തോന്നിയ ഒരു സംശയം തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ സായി കൃഷ്ണ പറയുന്നതെന്ന് വെച്ചാൽ 90% അനീഷ് ജെന്യുവൻ ആയിരുന്നു, 10% മാത്രമാണ് അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് തോന്നിയിരുന്നു എന്നാണ് സായി കൃഷ്ണ പറയുന്നത്. എന്നാൽ അനീഷിനെ ഈ ട്രാപ്പിൽ കൊണ്ടുപോയിട്ടത് അനുമോളാണ് എന്നത് അനുവിന്റെ അന്തം ഫാൻസിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശരിക്കും നമ്മൾ ആ ഒരു പ്രൊമോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അനുമോള് ഒരുപാട് തരത്തില് അനീഷിനെ ഈ രീതിയിൽ കൊണ്ടുവരുന്നതിന് ഒരു പരിധി വരെ അനുമോളും ഇതിനൊരു ഉത്തരവാദി തന്നെയാണ്. അനുമോളും അവിടെ പക്ക ഗെയിം സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പുറത്തെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ചിന്തയുള്ള അനുമോളാണ് അനീഷിനോട് ലവും ഹാർട്ടും ഒക്കെ കാണിച്ച് അനീഷിനെ ഇമോഷണൽ ട്രാപ്പിൽ വീഴ്ത്തിയതും. അതെല്ലാം നമ്മൾ കണ്ടതാണ് വീഡിയോയില്. അതിന്റെ തെളിവായിട്ടുള്ള പല വീഡിയോകളും ഏഷ്യാനെറ്റിൽ തന്നെ പലപ്പോഴായി പുറത്തുവിട്ടിട്ടുണ്ട്. സത്യമാണ്. അനീഷിന്റെ പേരിൽ പ്രചരിക്കുന്ന എഫ്ഐആറിനെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും ഈ ഒരു എഫ്ഐആറിനെ കുറിച്ച് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അനീഷിനെതിരെ ഡിഗ്രേഡിംഗ് പോലെ ഒരു കാര്യം വരുന്നുണ്ട്. എന്താണ് സായി പറയുന്നതെന്ന് നോക്കാം. 2019 കല്യാണ ബന്ധം വേർപെടുത്തുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഒരു എഫ്ഐആർ ആണ്. 1 മുതൽ 4 കൂടിയ പ്രതികളിൽ 1-ാം പ്രതി ക്രിസ്ത്യൻ മതാചാര പ്രകാരം 17/2/2019 ആവലാതിക്കാരിയെ വിവാഹം കഴിച്ച് കോടന്നൂരിലുള്ള പ്രതിയുടെ വീട്ടിൽ താമസിച്ച് വരവെ 22/2/2019 മുതൽ 15/10/2019 വരെ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ് ആവലാതിക്കാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടു കൂടിയ വിവാഹം ചെയ്ത ശേഷം ആവലാതിക്കാരിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സ്നേഹത്തോടെയുള്ള ദാമ്പത്യ ബന്ധം പുലർത്തി ജീവിക്കാതെയും 1 മുതൽ 4 കൂടിയ പ്രതികൾ അസഭ്യം പറഞ്ഞും മറ്റും ഒത്തൊരുമിച്ചും ഉത്സാഹികളായി വർത്തിച്ച കാര്യം എന്നായിരുന്നു എഫ്ഐആർ. ശരിക്കും ഈ എഫ്ഐആറിനെ കുറിച്ച് നമ്മൾ കേട്ടു നോക്കുമ്പോൾ നമുക്ക് തന്നെ ഇപ്പൊ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചുറ്റും നടക്കുന്നുണ്ടല്ലേ. സൗന്ദര്യം കുറവില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ് എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത് ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പം ആ ഒരു കേസ് കഴിയുമ്പോൾ അനീഷിന്റെ കാര്യത്തിൽ ഇത് ശരിക്കും സത്യമാണെങ്കിൽ അനീഷിന്റെ സ്വഭാവം വളരെ ക്രൂലായിരിക്കും അല്ലേ. ഒന്നും അറിയില്ല, നമുക്കിപ്പോ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലേ പുറമെ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ അനീഷ് ഇപ്പൊ ഒരാളെ തന്നെ ഇപ്പൊ അനീഷ് ആയാലും അനുമോളായാലും അവരുടെ ഒരു പുറമേ ഉള്ള സ്വഭാവം അല്ലെങ്കിൽ സംസാരം അവരുടെ ആ ഒരു രീതി കണ്ടിട്ട് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത്തരത്തിലൊരു വ്യക്തിയാണ് അനീഷ് എങ്കിൽ അനുമോള് നോ പറഞ്ഞത് തന്നെയാണ് നല്ലത് അല്ലെ. അല്ലെങ്കിൽ എസ് പറയേണ്ടതും നോ പറയേണ്ടതെല്ലാം അവരവരുടെ ഇഷ്ടം, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ആർക്കും ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പൊ എന്തായാലും സായി പറഞ്ഞ ഈ ഒരു എഫ്ഐആറിന്റെ കാര്യത്തില് ശരിക്കും കേൾക്കുമ്പോൾ നല്ല ഒരു എന്താ പറയണേ ഒരു സൈക്കോ പോലെയാണ് അനീഷ് ആണെന്ന് തോന്നുന്നു. കാരണം സൗന്ദര്യമില്ല എന്നൊക്കെ പറഞ്ഞാണ് സ്വന്തം ഭാര്യയെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. അങ്ങനെ അത് ഒരു എന്താ പറയുക പരാതി എഫ്ഐആർ രജിസ്റ്റർ ആയ ഒരു കേസാണ്. ഇനി എഫ്ഐആർ വന്നാൽ പിന്നീട് അതിൽ എന്ത് സംഭവിച്ചെന്ന് ഞാൻ പരിശോധിക്കാറുണ്ട്. നമ്മുടെ സായിയാണ് പറയുന്നത്. ഡിവോഴ്സിന് മുൻപ് ഇങ്ങനൊരു യൂഷ്വൽ സാധനം പൊതുവെ ഇറങ്ങാറുണ്ട്. 2021 ഈ കേസിൽ ഇവർക്കെതിരെയുള്ള എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചിരുന്നു. സെറ്റിൽഡ് ആയ കേസാണിതെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു എഫ്ഐആറുമായി ബന്ധപ്പെട്ട ഈ ഒരു ന്യൂസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാണ്. ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വീഡിയോസ് നമ്മളെ ഇപ്പൊ അവൈലബിൾ ആണ്. യഥാർത്ഥത്തിൽ സായി ആണ് ഈ ഒരു എഫ്ഐആർ കേസുമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്തായാലും നമുക്കറിയാലേ ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാന ഘട്ടത്തിലേക്ക് വന്ന സമയത്താണ്, അതായത് ഈ ഒരു ബിഗ് ബോസ് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത് നവംബർ 9 നടക്കുന്നത്. ഹനീഷും ഷാനവാസും അനുമോളും നെവിനും ആദില, നൂറ, അക്ബർ എന്നിവരാണ് ഇപ്പോൾ ഷോയിൽ അവശേഷിക്കുന്ന മത്സരാർത്ഥികൾ. ഇതിലിനി ആരാകും വിജയി എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വാരാന്ത്യ എപ്പിസോഡുകളിൽ സഹ മത്സരാർത്ഥികളുടെ ഗുണഗണങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് ബിഗ് ബോസ് നൽകിയ ടാസ്കുകളിൽ ഒന്ന് എന്ന് പറയുന്നത്. ടാസ്കിനിടെ അനുമോളെ വിലയിരുത്തി ഷാനവാസ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട്. അനുമോള് നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 100% കൊടുക്കുക. അവളുടെ എല്ലാ സ്ട്രാറ്റജിയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരച്ചില്, ക്യൂട്ട്നെസ്, അവസാനം വന്ന പ്രണയ അഭ്യർത്ഥനയിൽ പോലും അവളൊരു ഗെയിം കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു സംശയിക്കുന്നു. എന്റർടൈൻ ചെയ്യിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ലാലേട്ടാ. ഒരു 20% ഒക്കെ കൊടുക്കാം. സഹാനുഭൂതി എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല. 0 ഒരു ഭക്ഷണത്തിൽ ഒരു തരി ഭക്ഷണം കൊടുക്കുന്നതിന് പോലും ഒരു സഹാനുഭൂതി കാണിക്കാത്ത ആളാണ്. സഹാനുഭൂതി ഒട്ടുമില്ല. അടിപൊളി.
വിശ്വസ്തത അത് വേണ്ട. 0-0 ഒരിക്കലും വിശ്വസിക്കാൻ ഉള്ളതില്ല. അതെ 0% അത്ര ഇവിടെ കുറച്ച് സത്യസന്ധത. സത്യസന്ധത സാധനം ഒട്ടുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അവരുടെ ഒരു ഗെയിമായിട്ടാണ്, ഈ 100% ഗെയിമായിട്ടാണ് ഞാൻ ഇതിനെല്ലാം കാണുന്നത്. ഈ വിശ്വസ്തത കാണിക്കുകയാണ്, സത്യസന്ധത കാണിക്കുകയാണ്, സഹാനുഭൂതി കാണിക്കുകയാണ്. ഈ കാര്യത്തിൽ ഒക്കെ ഉള്ളൊരു 100% ഗെയിമറാണ് ഉള്ളതുകൊണ്ടാണ് അവിടെ കൊടുത്തത്. സ്വന്തം നിലപാടിൽ ഒട്ടും സ്ഥിരതയില്ല. ഇഷ്ടമായി എനിക്ക് 10%. അതിനത് മാക്സിമം ലാലേട്ടന്റെ എപ്പിസോഡിൽ ചർച്ചയാകാൻ വേണ്ടി പ്രയത്നിക്കണ പോലെ, ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി. ആകാൻ വേണ്ടിട്ടോ ഇന്നലെ ഇന്നലെ മനസ്സിലായത് ചർച്ചയാവാൻ അത് ആഗ്രഹിച്ചു. അതാ ഞാൻ പറഞ്ഞത്. അവിടെ ലാലേട്ടന്റെ മുമ്പിൽ ഞാൻ അതിൽ ഗ്രാഫ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അനീഷിനായിട്ടുള്ള ഈ പ്രണയകഥ പോലും അനു ഒരു ഗെയിമായിട്ട് എടുത്തു എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഇതിന് ലാലേട്ടന്റെ ഇതിൽ ചർച്ചയാവും, അത് അവിടെ സ്കിപ്പ് ചെയ്ത് കൊണ്ടില്ല. പകരം ഇവളിങ്ങനെ അവൻ്റെ അടുത്ത് പോവുക, സംസാരിക്കുക, എണീറ്റ് പോവുക, ആ കാര്യങ്ങൾ അതിലായിട്ട് വീണ്ടും ചർച്ചയാക്കുക. ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു. അത് തുറന്നു പറഞ്ഞു. എനിക്കത് ഞാൻ അതാണ് അവിടെ പ്രതിഫലം. പിന്നീട് അക്ബറിനോട് സംസാരിക്കുമ്പോഴും ഷാനവാസ് ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. അതായത് അനീഷ് വിഷയം ലാലേട്ടൻ ചോദിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അനുമോൾ മനഃപൂർവ്വം കളിച്ചതായിട്ട് തോന്നി എന്നാണ് ഷാനവാസും പറയുന്നത്. ഷോ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണല്ലോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനുമോളുടെ അനീഷ് ഈ ഒരു വിവാഹാഭ്യർത്ഥന നടത്തിയത്. വീക്കെൻഡ് എപ്പിസോഡിലെ മോഹൻലാൽ ഈ ഒരു വിഷയം സംസാരിക്കുകയും ചെയ്തു. അനുമോൾക്ക് ഇക്കാര്യത്തിൽ മറുപടി നൽകാൻ ചിലപ്പോൾ സമയം വേണ്ടിവരുമെന്ന് ലാലേട്ടനും പറഞ്ഞിരുന്നു. എന്നാൽ ആ ബ്രേക്ക് വന്ന സമയം ലാലേട്ടൻ പറഞ്ഞതിലെ അസ്വസ്ഥത അനുമോള് മറച്ചുവെച്ചില്ല. ലാലേട്ടന്റെ വാക്കുകൾ അനീഷിന് പ്രതീക്ഷ നൽകുന്ന വിധമാണെന്ന് പറഞ്ഞ അനുമോള് എനിക്കിതിൽ താല്പര്യമില്ല എന്ന മറുപടി നൽകാൻ 2 സെക്കൻഡ് പോലും ആലോചിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ബ്രേക്കിന് ശേഷം വന്ന ലാലേട്ടൻ പിന്നെ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞത് ആലോചിച്ച് ഇനി പ്രയാസപ്പെടേണ്ടതില്ല എന്നും ഫണ്ട് എന്ന രീതിയിൽ സംസാരിച്ചതായി കണ്ടാൽ മതിയെന്നും അനുമോളോടും പറഞ്ഞു. എന്നാൽ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അനീഷിന്റെ വിവാഹ അഭ്യർത്ഥനയ്ക്ക് മറുപടി എന്താണ് എന്ന് അനുമോളോട് ലാലേട്ടൻ ചോദിച്ചിരുന്നു. അനീഷ് നല്ല വ്യക്തിയാണ്, പക്ഷെ വിവാഹം കഴിക്കാനുള്ള രീതിയിലെ അടുപ്പമല്ല അനീഷിനോടുള്ളത് എന്നാണ് അനുമോൾ മറുപടി പറഞ്ഞത്. അതുമാത്രമല്ല അനീഷിന്റെ മനസ്സിലെ സഹോദര സ്ഥാനമാണ് എന്നാണ് ആദില ചോദിച്ചപ്പോഴും അനു പറഞ്ഞത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു നോ അനീഷിനോട് പറയാൻ അനു തുനിഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ ഈ അനീഷ് അനു ലവ് ട്രാക്ക് പ്രേക്ഷകർക്കും അത്രത്തോളം വർക്കായിട്ടൊന്നുമില്ല. അനു നോ പറഞ്ഞ് വിലക്കാതെ ഉരുണ്ട് കളിക്കുന്നത് എന്തിനാണ് എന്നുള്ള സംശയമാണ് അനീഷ് ആരാധകർക്കും. അതുകൊണ്ട് തന്നെ വലിയൊരു ഹേറ്റ് അനുവിനെതിരെ അനീഷിന്റെ ആരാധകരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗ്രാൻഡ് ഫിനാലേക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അനീഷ് എന്തിന് ലവ് ട്രാക്ക് എടുത്തു എന്നുള്ള ഒരു സംശയവും അനുമോൾ ആരാധകർക്കുണ്ട്. ക്രിസ്ത്യാനി വിവാഹമോചിതനുമാണ് അനീഷ്, നമുക്കറിയാം. മതം തനിക്കൊരു പ്രശ്നമാണെന്ന് അനീഷിനോട് മറുപടി പറഞ്ഞ സമയത്ത് അനു അത് പറയാതെ പറഞ്ഞിരുന്നു. അത് മാത്രവുമല്ല ആദിലയോട് സംസാരിച്ചപ്പോൾ അനീഷിന്റെ പ്രായം ഒരു പ്രശ്നമാണെന്നുള്ള രീതിയിലും അനു പറയാതെ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു പ്രായ വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞത് പല BB പ്രേക്ഷകർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അനീഷിന്റെ പ്രായത്തെ കുറിച്ച് അനു പറഞ്ഞ കമന്റ്സിനെതിരെ രംഗത്തിപ്പോൾ വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള ദിയാസന. അനുമോള് പറയാണേ 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും പിന്നെ 42 വയസ്സാണ്. അനുമോൾക്ക് 31 വയസ്സ് കഴിഞ്ഞല്ലേ. അപ്പൊ പുള്ളിക്കാരന് 42 ആവും. പുള്ളിക്കാരത്തിന്റെ വിചാരം പുള്ളിക്കാരത്തി ചെറുതായി ഇരിക്കും. പുള്ളിക്കാരന് മാത്രമേ പ്രായം കൂടുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത്. സാധാരണ നമ്മളിവിടെ പൊതുവെയൊക്കെ കല്യാണം കഴിക്കുന്നതൊക്കെ കാണുന്നത് 8-9 വയസ്സൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ടായിരുന്നു. അത്ര ഒരു ഇതല്ലേ ഉള്ളൂ. കല്യാണം കഴിക്കാനുള്ളവരാണല്ലോ അല്ലേ. എന്നാൽ ദിയയുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് എതിരെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ദിയാസനയ്ക്ക് എതിരാണ്. അതായത് ആ കുട്ടി കല്യാണ ആലോചനയ്ക്ക് വേണ്ടി അല്ലല്ലോ ബിഗ് ബോസിലേക്ക് പോയത്, പിന്നെ പ്രായത്തിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട എന്നുള്ള കമന്റുകൾ തന്നെയാണ് ദിയാസനയ്ക്ക് വരുന്നത്. ശരിക്കും ഇപ്പം എത്ര വയസ്സുള്ള ആളെ കെട്ടണം എന്നുള്ള ആ ഒരു അവകാശം എന്ന് പറയുന്നത് അനുവിനാണുള്ളതല്ലേ. ഇനി പ്രായത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്തായാലും നമുക്കറിയാം അനുമോളെന്ന് മാത്രമല്ല ബിഗ് ബോസിൽ വന്ന എല്ലാവരും ആ ഒരു പണം കിട്ടാനും ഫെയിം കിട്ടാൻ വേണ്ടി മാത്രമാണ് പോയത്. ഇനി കല്യാണം മറ്റൊന്നും അല്ലേ. പിന്നെ ലവ് സ്ട്രാറ്റജി അവിടെ ഇറക്കിയത് ചിലപ്പോൾ അത് ഗെയിമിന്റെ ഭാഗമാകാനും സാധ്യത. എന്തായാലും അനീഷിന്റെ ഈ പ്രപ്പോസല് ഈ വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ അനീഷ് അനുമോൾ കോംബോ തന്നെയാണ് ഭയങ്കര ചർച്ചയാവുന്നത്. അത് മാത്രമല്ല അനീഷിന്റെ പഴയ കാര്യങ്ങളും ചിലഞ്ഞ് പുറത്തു വരുന്നുണ്ട്. അതുപോലെ അനുവിനെതിരെ ഒരുപാട് ഹേറ്റേഴ്സും വരുന്നുണ്ട്, വിമർശനങ്ങളുണ്ട്. അവരുടെ പേഴ്സണൽ ലൈഫാണ്, അവരാണ് തീരുമാനിക്കുന്നത്. ഇതിപ്പം എന്താണ് സംഭവം എന്നുള്ളത്, യഥാർത്ഥത്തില് അനീഷിന് അനുവിനോട് സ്നേഹമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അത് അവരുടെ മനസ്സിലേ അറിയാവൂ. മേ ബി അതും അനുവിനും അറിയാം. കാരണം നമ്മൾ അടുത്തിടപഴകുമ്പോഴാണല്ലോ ഒരാളുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ എന്താണെന്ന് മനസ്സിലാവുന്നത്. സോ അപ്പോൾ ഇത്രയും ഈ ഒരു വിഷയം ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളൊക്കെ കാണുന്ന എല്ലാ മുൻ ബിഗ് ബോസ് താരങ്ങളോടും ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, അവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ള രീതിയിൽ. എന്തായാലും ഒരു ബിഗ് ബോസ് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ വന്ന നവംബർ 9-നാണല്ലോ.
അതുകൊണ്ട് തന്നെ മുന്നേ ഇവിടെ നിന്ന് വിട്ടുപോയ കണ്ടസ്റ്റൻസ് എല്ലാവരും തിരികെ ഓരോന്നായിട്ട് വരുന്നുണ്ട്. അവരുടെയൊക്കെ എന്തൊക്കെയാണ് ഇനി അടുത്ത പുകിലുകൾ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.